ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുന്ന നമ്മുടെ വെനസ്ഡേയുടെ സീസൺ 2 എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ദേ വേഗം തന്നെ വീഡിയോ ഇടാണ്. കാരണം കോപ്പിറൈറ്റ് കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോകുന്നതായിരിക്കും. കണ്ടവർ വേഗം തന്നെ പോയി നമ്മുടെ ചാനലിൽ കാണുക. അതുപോലെ തന്നെ നമ്മുടെ മൈഡിയമെൻ്റ് എപ്പിസോഡ് നമ്മൾ വേഗം തന്നെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈഡിയമൻ എപ്പിസോഡ് നമ്മൾ വീണ്ടും തുടരുന്നതായിരിക്കും. പിന്നെ ഇത്രയും കാലം വീഡിയോ ഇടാഞ്ഞത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പിസോഡ് 3 ഇട്ടതായിരുന്നു. ബട്ട് അത് കോപ്പിറൈറ്റ് കിട്ടിയതുകൊണ്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു. അതുകൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഞാൻ നോക്കട്ടെ. എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ മൈഡിയമൻ്റെ എപ്പിസോഡ് പാർട്ട് 3 വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ വെനസ്ഡേനെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവളെ കസാരയിൽ അവിടെ വായൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ കണ്ണിക്കൂടെ ഒരു കറുത്ത ദ്രാവകം ഇങ്ങനെ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതെന്താണ് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. അതെന്താണെന്ന് നമുക്ക് പിന്നെ അറിയാം. ഇപ്പം നമ്മുടെ വെനസ്ഡേ ഒരു സീരിയൽ കില്ലറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെനസ്ഡേ ആ സീരിയൽ കില്ലറിനെ തപ്പി നടക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മുടെ വെനസ്ഡേ എയർപോർട്ടിൽ ചെല്ലുകയാണ്. ബട്ട് അവളെ ആണെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ഫുൾ വെപ്പൺസ് ആണ്. നമ്മുടെ വെനസ്ഡേ ഒരു നിസ്സാര കുട്ടിയല്ലല്ലോ, നിങ്ങൾക്കറിയാവുന്നതല്ലേ. അവളാണെങ്കിൽ അവിടെ തടഞ്ഞു വെച്ചിരിക്കുക കൂടിയാണല്ലോ. അപ്പോൾ അവൾ എല്ലാ വെപ്പൺസും എടുത്ത് വെക്കുകയാണ്. അപ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിനാണ് ഇത്ര വെപ്പൺസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ അവളാണെങ്കിൽ നമ്മുടെ ആ ഒരു കൈപ്പത്തിണ്ടല്ലോ അതെടുത്ത് അവളങ്ങനെ വെക്കുകയാണ് കേട്ടോ. അവൾ വെച്ചപ്പോൾ അവരിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കൈപ്പത്തി കണ്ടപ്പോഴത്തേക്ക് അവൾ അപ്പം തന്നെ പറയുന്നുണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് സാറേ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു കൈപ്പത്തി കൊണ്ട് അവൾ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ സീരിയൽ കില്ലറിൻ്റെ അടുത്ത് ഇവൾ എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവൾ ഒരു പിടിവലി നടക്കുന്നുണ്ട് ഇവർ തമ്മിൽ. അങ്ങനെ ഇവളാണെങ്കിൽ അയാളുടെ ദേഹത്ത് തൊടുമ്പോൾ തന്നെ ആ വിഷൻസൊക്കെ ഇവൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ അയാൾ അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. പാവയൊക്കെ കാണിച്ച് അവളെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ പേടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോഴാണ് അവിടെയുള്ള ഒരു പാവ ഇങ്ങനെ ചലിക്കുന്നതായിട്ട് അവൾ കാണുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് തിങ്ങിൻ്റെ പരിപാടിയാണെന്ന്. തിങ്ങ് വന്നിട്ടാണെങ്കിൽ അവനെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. അവനെയാണെങ്കിലോ തിങ്ങാണെങ്കിൽ അടിച്ച് ശരിയാക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വെനസ്ഡേ കാണിക്കുന്നത്. അവളാണെങ്കിൽ നമ്മുടെ വെനസ്ഡേ അവനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഈ ഒരു പോസ് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് നമ്മുടെ മൂവിയുടെ സ്റ്റാർട്ടാവുന്നത്. നമ്മുടെ വെനസ്ഡേ ആണെങ്കിൽ വീണ്ടും നെവർമോറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവൾ അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ അമ്മ അവിടേക്ക് വരുന്നത്. വെനസ്ഡേനെ ആ ഒരു നെവർമോറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലി അവരുടെ കൂടെ പോകുന്നുണ്ട്. അവരുടെ ഫാമിലി ഫുള്ള് പോകുന്നുണ്ട്. ഈ ഒരു കൂട്ടത്തിലാണ് കാണിക്കുന്നത് അവിടെ അനിയനും നെവർമോറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവനാണെങ്കിലോ അവിടെ വെനസ്ഡേയുടെ അനിയനും വൈദ്യുതി നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഈ പോകുന്ന വഴി കൂടെ ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അവനാണെങ്കിൽ പോകുന്ന വഴി കൂടെ തന്നെ അതൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വണ്ടിയാണെങ്കിൽ അവിടെ ചെന്ന് പോസ്റ്റർ ഇടിക്കുന്നു. ഓരോ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവൻ അതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളുടെ അടുത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. ആ കാറിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നതിന് ശേഷം ആ പെൺകുട്ടി അയാളെ കിസ് അടിക്കുന്ന ഫോട്ടോസൊക്കെ ഒരാൾ അവിടെ നിന്ന് എടുക്കുന്നുമുണ്ട്, ഷൂട്ട് ചെയ്യുന്നതുമുണ്ട്. അതെന്തിനാണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊന്നും നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. ആ കാക്കകളെ കണ്ടപ്പോഴത്തേക്ക് അയാളാണെങ്കിൽ പേടിച്ചിട്ട് ആ ഒരു വാനിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുകയാണ്. അയാളാണെങ്കിൽ വാനിനുള്ളിൽ കയറിയിട്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്, അവരെന്നെ പിടിക്കും, ഈ ഫോണിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് പിന്നെ കാണിക്കുമ്പോൾ ആ കാക്കകളൊക്കെ ആ ഒരു വാനിനകത്തുള്ളത് കാണിക്കുന്നത്. ആ വാനിനകത്ത് നിന്ന് തന്നെ അയാളെ കൊന്നു കളയുകയാണ് ആ കാക്കകളെല്ലാം കൂടി കൂടി നിന്നിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വെനസ്ഡേ ആണ്. വെനസ്ഡേ അങ്ങനെ നമ്മുടെ വെനസ്ഡേ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വെനസ്ഡേ ജോസഫ് ക്രൈസ്റ്റനിൽ നിന്നും ഈ സ്കൂളിനെ രക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെനസ്ഡേ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവളെ കണ്ട ഇങ്ങനെ ആകാംക്ഷിച്ച് നിൽക്കുകയാണ്. കുറേ പെൺകുട്ടികൾ നമ്മുടെ വെനസ്ഡേയുടെ കയ്യിൽ നിന്നും ഓട്ടോഗ്രാഫ് ചോദിച്ചു വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വെനസ്ഡേക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ബിയങ്ക അവിടെ വന്നിട്ട് പെൺകുട്ടികളുടെ മനസ്സ് മാറ്റുകയാണ്. തന്നെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നുമുണ്ട്. അപ്പോഴാണ് നമ്മുടെ വെനസ്ഡേയുടെ അടുത്തേക്ക് പുതിയ പ്രിൻസിപ്പൾ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രിൻസിപ്പൾ നമ്മുടെ വെനസ്ഡേയോട് പറയുന്നത് മൗണ്ടൻ ഫയർ സെറമണി നടത്താൻ വേണ്ടി പോവുകയാണ്, വെനസ്ഡേ അതിന് പങ്കെടുക്കണമെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ വെനസ്ഡേ പറയുന്നുണ്ട് എനിക്ക് അതിനൊട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെനസ്ഡേ അവിടെ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിൽ ചെല്ലുമ്പോൾ അവൾ കാണുന്ന കാഴ്ച കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോണ്. കാരണം അവിടെ ഫുള്ള് ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെനസ്ഡേ അവിടെ നിന്ന് എല്ലാവരും ഇറക്കിയിടുന്നതും കാണിച്ച് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.